ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം ഒരു വോയിസ് മോഡുലേഷൻ റിവ്യൂണ് പറയാൻ വേണ്ടി പോകുന്നു. ഫേസ് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയുടെ പേര് ബഷീകരണ എന്നാണ് മൂവിയുടെ പേര്. അഞ്ജലിയാണ്, അഞ്ജയ്, സഞ്ജി, അനയ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇതൊരു എന്താ പറയുക, ഡ്രാമാറ്റിക് ഒരു ഗാങ്സ്റ്റർ മൂവി പറയാൻ സാധിക്കും. മൂവി അല്ല, ഒരു വെബ് സീരീസാണ്. C5 റിലീസ് ചെയ്ത ചിത്രമാണ്. ഹിന്ദിയും തെലുങ്കിലും മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ തെലുങ്കാണ് കണ്ടത്. ഏകദേശം 6 എപ്പിസോഡുള്ള ഒരു എപ്പിസോഡ് ഏകദേശം 35 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നും പുതിയൊരു കാലഘട്ടത്തേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഏറ്റവും വലിയ പോസിറ്റീവായി പറച്ച അഞ്ജലി എന്ന് പറയുന്ന നടിയുടെ പ്രകടനം തന്നെയാണ്. നമുക്കറിയാം, അഞ്ജലിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങാടി തെരു എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് അഞ്ജലി ഫേമസായി ആദ്യമായി ചിത്രത്തിൽ വന്നത്. പിന്നെ മലയാളത്തിലെ പയ്യൻസിലും അങ്ങനെ 1-2 ചിത്രത്തിൽ അഭിനയിച്ചു. പിന്നെ തെലുങ്കിലും തമിഴിലൊക്കെയാണ് കൂടുതലായി വന്നിട്ടുള്ളൂ. അത്ര ക്ലിക്കായില്ല. പക്ഷേ എന്താ പറയുക, ഒരു കുറേ കാലം ശേഷം ഒരു ഇടവേളയ്ക്ക് വന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ഗംഭീരമായ മുഖസൗന്ദര്യമായി ഇപ്പോൾ തന്നെ മികച്ചൊരു പ്രകടനം തന്നെ അഞ്ജലി കാഴ്ച വെച്ചിട്ടുണ്ട്. അഞ്ജലിക്ക് സപ്പോർട്ടായി സഞ്ജയും അതുപോലെ വില്ലൻ കഥ ചെയ്ത അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അവർ അനയും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മികച്ച പോസിറ്റീവായി പറയുകയാണെങ്കിൽ പാട്ടുകൾ അതിമനോഹരമായിട്ടാണ്. പാട്ടുകൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പശ്ചാത്തലമായി വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ പശ്ചാത്തലമായി വരുന്ന എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഇതിൻ്റെ സ്റ്റോറി പറയുക ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു റിവഞ്ച് സ്റ്റോറി. അത് പിന്നീട് പ്രതികാരം ചെയ്യുന്നതാണ് എൻ്റെ കഥയായി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് പ്രേമിച്ച് നടക്കുന്ന 2 വ്യക്തികൾ, അത് എന്താ പറയുക, അവിടുത്തെ നാട്ടിലൊരു പ്രമാണി, പഴയ കാലത്തിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അതേ ഒരു സ്റ്റോറി തന്നെ ലിംബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് എന്താ പറയുക, സ്ത്രീകളോട് എന്താ പറയുക, ഗംഭീരമായിട്ടുള്ളൊരു ആകർഷണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അഞ്ജലി ആ നാട്ടിലോട്ട് വരുന്നു. അവരോട് എന്തോ ഇതിനൊരു മോഹം കടന്നു വരുന്നു. പക്ഷേ എന്താ പറയുക, അപ്പോഴേക്കും നമ്മുടെ കഥാനായകനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെക്കൻഡ് നായി കടന്നു വരുന്നു. എന്തോ പ്രശ്നം മൂലം നായകനോട് പറയുന്നു അവളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അഞ്ജലിയെ ആയിരിക്കും ആദ്യമായി പ്രണയിച്ചിട്ടുണ്ടാവുക. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ വില്ലൻ അവളെ സ്വന്തമാക്കുന്നു. സ്ഥിരമായിട്ട് ഒരു എന്താ പറയുക, ഒരു സന്ദർശനമായി മാറുന്നു. അപ്പോൾ ഈ അഞ്ജലിയോട് ആര് സംസാരിച്ചിട്ടും എല്ലാ വ്യക്തികളും ഇതിൽ വില്ലൻ പ്രധാനമായിട്ടും കൊല്ലുന്നുണ്ട്. അത് ക്രൂരമായി തന്നെ കൊല്ലുന്നുണ്ട്. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് മുന്നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മുടെ കഥാനായകൻ കൊല്ലപ്പെടുന്നു. ശേഷം എന്തായിരിക്കും പ്രതികരണമാണ് ബഷീകരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബഷീകരണം പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലുമായി ബന്ധപ്പെട്ട പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ടൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം ഒരു 99% നീതി പുലർത്തുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനൊട്ടും തന്നെ ഇത് ക്ലൈമാക്സാണ് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കില്ല എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുക എന്നൊക്കെ. തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള റിവെഞ്ച് സ്റ്റോറി തന്നെ ബഷീകരണം എന്ന് പറഞ്ഞ വെബ് സീരീസിൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ C5 ചിത്രം ലഭ്യമാണ്. അപ്പോൾ കാണാത്തൊന്ന് കണ്ടു നോക്കുക. ഒരു 18+ വെബ് സീരീസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.